ബിഗ് ബോസ് മലയാളം സീസൺ 8 എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബിഗ് ബോസിന്റെ കോമണേഴ്സിനായിട്ടുള്ള ആ ഒരു പരസ്യം വരുന്നുണ്ട്. കോമണേഴ്സിന് വേണ്ടിയിട്ട് കോമണേഴ്സിനെ ഷോയിലേക്ക് സീസൺ 8ലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു മത്സരം തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ധാരാളം പേരുടെ പേര് ഈ സീസണിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ. തീർച്ചയായിട്ടും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഈ സീസണിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ സീസണിൽ ഭയങ്കരമായിട്ട് പ്രഡിക്ഷൻ നടത്തിയിട്ട് വലിയ ട്രോളുകൾ ഏറ്റുവാങ്ങിയ നമ്മുടെ തൊപ്പി ഈ സീസണിൽ ഉണ്ടാകാനുള്ള ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, സീസണിന്റെ അവസാനം തൊപ്പി ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്ത് ലൈവൊക്കെ വന്നു, വെല്ലുവിളിയൊക്കെ നടത്തി. പക്ഷെ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത ആള് ജയിച്ചില്ല, മറ്റൊരാളാണ് ജയിക്കുന്നത്. അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കുറേ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ സീസണിൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ തൊപ്പി നേരിട്ട് കളത്തിലിറങ്ങാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ചിലപ്പോൾ തൊപ്പി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നേക്കാം. പിന്നെ നമ്മുടെ ട്രോൾ വീഡിയോകളൊക്കെ ചെയ്യുന്ന, റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യുന്ന നമ്മുടെ അർജുൻ ഒരു പക്ഷേ ഈ ഒരു സീസണിൽ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അർജു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് ട്രോൾ വീഡിയോകൾ ഇട്ട് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ലക്ഷക്കണക്കിന് പിന്നെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഒക്കെ കിട്ടി മലയാളം യൂട്യൂബേഴ്സിന്റെ ഇടയിൽ തരംഗം സൃഷ്ടിച്ച ഒരാളൊക്കെയാണ് നമ്മുടെ അർജു. ഒരു ടൈമിൽ കോവിഡിന്റെ ആ ഒരു ടൈമിലൊക്കെ മൂപ്പര് ഭയങ്കര വൈറലായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ലാത്ത ഫീൽഡിലുള്ള ഒരു കക്ഷിയാണ്. സോ അദ്ദേഹവും ഒരു പക്ഷേ ഈ സീസണിൽ വരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു കിടിലൻ പ്രൊഫൈൽ ആവശ്യമാണ്. പ്രൊഫൈൽ ഉണ്ടായാൽ മാത്രം പോരാ, വളരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ കൂടി ആയിരിക്കണം. അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാസി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. മിക്കവാറും ഈ നമ്മുടെ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസി. സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളുടെ നായികയൊക്കെയാണ്. ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കക്ഷിയാണ്. സോ ആളും ചിലപ്പോ ബിഗ് ബോസിലേക്ക് വന്നേക്കാം. വിദൂരമായിട്ടുള്ള ഒരു സാധ്യതയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട ചിലപ്പോൾ വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിന്നിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ജാസിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫൈറ്റൊക്കെ നടന്നിട്ടുള്ള കക്ഷിയാണ് ധന്യ എന്നാണ് പേര്. അപ്പൊ ധന്യ ചിലപ്പോ സീസൺ 8 വരാനുള്ള ഒരു വിദൂര സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ടുള്ള സാധ്യതയെന്ന് നമുക്ക് തോന്നുന്നില്ല, ഒരു വിദൂര സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ 2-3 സീസണായിട്ട് പറയുന്ന പേരുകളിൽ ഒന്നാണ് രേഖാ രതീഷിന്റെ പേര്. രേഖാ രതീഷ് ചിലപ്പോൾ ഈ സീസണിൽ കാണും. ഒരു പക്ക BB മെറ്റീരിയൽ ആണ് രേഖ. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഈ സീസണിലെങ്കിലും കാണുമോ എന്നുള്ളത്. പിന്നെ ഒരു സാധ്യതയുള്ള ഒരാളാണ് നമ്മുടെ വിവേക് ഗോപൻ. വിവേക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. സോ വിവേകും ചിലപ്പോൾ മേ ബി സീസൺ 8 വന്നേക്കാം. കഴിഞ്ഞ സീസണിൽ നമുക്ക് ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ടൊരു സീരിയലിന്റെ പ്രൊമോഷനൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ജീവൻ ഗോപാൽ, ജീവനും മേ ബി ഒരു പക്ഷേ ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ സീസണിൽ വരാനായിട്ട്. സോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന പേരുകളിലൊന്നാണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞു കേട്ടൊരു പേരായിരുന്നു പ്രണവ് കൊച്ചുവിൻ്റെത്. പ്രണവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ നിന്ന് തീർച്ചയായിട്ടും നിരവധി പേര് ഈ സീസണിൽ ഉണ്ടാവാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പിന്നെ അടുത്തൊരു പേരാണ് അപർണ തോമസ്. ഈ അടുത്തിടെ ഒരുപാട് ആളുകൾ അപർണ ഈ സീസണിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ക പ്രഡിക്ഷൻ ആണ്, ചുമ്മാ എറിഞ്ഞ് കുറെ പേരുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും അപർണ തോമസിന്റെ പേരും മേ ബി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ലക്ഷ്മി നക്ഷത്ര തീർച്ചയായിട്ടും പല സീസണുകളിലും നമ്മൾ പറയുന്ന പേരുകളിൽ ഒന്നാണ്. ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചിലപ്പോൾ സാജൻ സൂര്യ, അദ്ദേഹവും ഒരുപാട് സീസണുകളിൽ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ്. ചിലപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും കൂടി വരില്ല. സീരിയൽ അഭിനേതാക്കളിൽ നിന്ന് ചില 1-2 പേര്, വിവേക് ഗോപനോ സാജൻ സൂര്യയോ ഒക്കെ വന്നേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒരു പക്ക ഒരു മാങ്ങേറിയാണ് നമ്മുടെ സഞ്ജു ടെക്കി. വിവാദങ്ങളുടെ നായകനാണ്. കാറിനകത്ത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച് ലോകത്ത് റെക്കോർഡിട്ട നമ്മുടെ സഞ്ജു മിക്കവാറും വേണമെങ്കിൽ സഞ്ജുവിനൊന്ന് ബിഗ് ബോസിൽ വന്ന് നോക്കാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. സോ സഞ്ജുവും ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സീസണിൽ. നമുക്ക് അറിയാവുന്നതായിട്ട് അറിയാത്ത ഒത്തിരി ആളുകളും ഈ സീസണിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കോമണേഴ്സ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ കുറച്ച് പേരുകൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രഡിക്ഷനും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ ആയി വീണ്ടും കാണാം.